ഫ്രണ്ട്സ്, അപ്പം ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ദിവസമായിട്ട് മഴയായപ്പോൾ കൊതുക് ശല്യം, ഭയങ്കര കൊതുക് ശല്യം കേട്ടോ, സഹിക്കാൻ പറ്റുന്നില്ല. പകലും രാത്രിയൊക്കെ ഒന്ന് ഇതാവുന്ന. അപ്പം നമുക്ക് അതിനുള്ള ഒരു ടിപ്പാണ് കാണിക്കുന്നത്. അപ്പം ഞാനോർത്ത് നമുക്ക് ചെയ്യുകയും ചെയ്യാം എന്നുള്ളത്. ഇപ്പം കുറേ കാലത്ത് കൊതുകിൻ്റെ ശല്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെയിലൊക്കെ ആകുമ്പോൾ പിന്നെ നമുക്ക് ഇതിൻ്റെ ശല്യം അധികം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ കുറച്ച് ഏതെങ്കിലും എണ്ണ എടുക്കാം. വേപ്പെണ്ണയാണെങ്കിൽ ബെസ്റ്റ്, അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ എടുക്കാം കേട്ടോ. അതിനുശേഷം ഇത് കർപ്പൂരം എടുത്തിട്ടുണ്ട്. ഇത് പച്ച കർപ്പൂരമാണ്, സാധാരണ കർപ്പൂരമാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഇങ്ങനെ നമ്മളൊന്ന് പൊടിച്ചെടുക്കുക. അത് വേണ്ട, ഇങ്ങനെ പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കർപ്പൂരം എന്ന് പറയുന്നത് എല്ലാ പ്രാണികളെയും അകറ്റുന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നല്ല ക്ലീനായിട്ട് നമുക്ക് ഇരിക്കും, നല്ല വാസന ഉണ്ടാവും. അപ്പോൾ ഇത് ഇതിലേക്ക് ഇങ്ങ് ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിൽ വേറൊരു സാധനം കൂടി വേണ്ടതുണ്ട്. കുറച്ച് ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. കൊതുക് ശല്യം പറഞ്ഞാൽ ഒടുക്കത്തെ കൊതുക് ശല്യം അറിയാമല്ലോ. ഇപ്പം പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈ കൊതുകടി കൊണ്ടു കഴിഞ്ഞാൽ ഡെങ്കിപ്പനിയും അതൊക്കെയാണ് സംഭവം. അപ്പോൾ ഇതൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളതേ പൊടിച്ച് എടുത്തിട്ടുണ്ട്. നമുക്കിതങ്ങ് ഇതിലേക്കങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. കർപ്പൂരവും ഈ ഒരു ഇതും നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക കേട്ടോ. ശേഷം നമുക്കിതിലൊരു തിരിയിട്ട് കത്തിക്കാവേ. അപ്പോൾ അതേ ഒരു തിരി എടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് ഇതിലേക്കിട്ട് കത്തിച്ചെടുക്കാം. ഇത് നമ്മുടെ വീടിൻ്റെ വാതിക്കലും അടുക്കളയുടെ ഭാഗത്തും വരാന്തയിലും ഒക്കെ നമ്മൾ കത്തിച്ച് വയ്ക്കുക. ചിലവുള്ള കാര്യമൊന്നും അല്ലല്ലോ. ഓക്കെ, നമുക്കിത് കത്തിച്ചെടുക്കാം. ഇതങ്ങോട്ട് കത്തിച്ച് വെക്കുക. ഓക്കെ, അപ്പോൾ കുട്ടികളൊന്നും എടുക്കുന്ന സ്ഥലത്ത് നമ്മളിത് വെക്കാൻ പാടില്ല. കുറച്ചുകൂടി എണ്ണ വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ഇട്ട് കൊടുക്കാം. കുറച്ചുകൂടി അതിൻ്റെ ചേരുവകൾ ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. കൊതുകിൻ്റെ ശല്യം നമുക്ക് ഇതിൻ്റെ മണം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് വരാന്തയിൽ ഫ്രണ്ട് ഹോളിൻ്റെ സൈഡിൽ ഒക്കെ വെക്കുക. കാരണം നാച്ചുറലായിട്ടുള്ളത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഒരു ഭാഗത്ത് വെച്ച എല്ലാ വീടും മൊത്തം കിട്ടില്ല കേട്ടോ. ഓരോ റൂമിലോ കിച്ചണിലാണെങ്കിൽ കിച്ചണിൽ അങ്ങനെ വെക്കേണ്ടി വരും കുറച്ച് നേരം. പ്രത്യേകിച്ച് ഈ ഒരു 5 മണി 6 മണി തൊട്ടിട്ട് ഒരു 8 മണി വരെ 7 മണി വരെ കത്തിക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല റിസൾട്ടുള്ള കാര്യമാണ്. വീഡിയോ ഇഷ്ടം ഷെയർ ചെയ്യുക. എളുപ്പമുള്ള മാർഗ്ഗമാണ്. ആകെ 2-3 ചേരുവകൾ മാത്രമേ ഉള്ളൂ. ഏത് എണ്ണയാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കുന്തിരിക്കം എന്ന് പറഞ്ഞ സാധനം കിട്ടും. അത് കത്തിച്ചാലും കൊതുക് ശല്യം കുറയും കേട്ടോ. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും കുന്തിരിക്കം എന്ന് പറഞ്ഞിട്ട്. അത് ദിവസം എന്തായാലും ഒരു 6 മണി ഇവിടെ ഉണ്ടാകും. അതിൻ്റെ സ്റ്റോക്ക് തീർന്നു, അതാണ് ഇത് കത്തിക്കണം. നല്ല വാസന ഉണ്ടാവും, നല്ല സ്മെല്ലായിരിക്കും വീട്ടിൽ കുന്തിരിക്കം കത്തിച്ച് കഴിഞ്ഞാൽ. ഈ കൊതുകിൻ്റെ ശല്യം പാടെ നമുക്ക് വീടിൻ്റെ അകത്ത് നിന്ന് പോയി കിട്ടി കുന്തിരിക്കം കത്തിച്ച് കഴിഞ്ഞാൽ കേട്ടോ. അതൊരു നല്ലൊരു മാർഗ്ഗമാണ്. ഇത് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പം അതിൻ്റെ അത് തീർന്നുകൊണ്ടാണ് ഇതും ചെയ്യാം, കുന്തിരിക്കം കത്തിച്ച് വെക്കുകയും ചെയ്യാം. നല്ലൊരു മാറ്റം ഉണ്ടാകും കൊതുക് ശല്യത്തിന് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം.